ഹരേ കൃഷ്ണ. ഇന്ന് ഉത്സവത്തിൻ്റെ 6ാം നാള്. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം ആകെ ഇങ്ങനെ ഉത്സവ ലഹരിയിലാണ്. 6ാം ഉത്സവമായ ഇന്ന് ഭഗവാൻ ശ്രീലകത്ത് അതീവ സന്തോഷവാനായിട്ടാണ് ദർശനം നൽകുന്നത്. ഉത്സവ ബലിക്കും കാഴ്ചശീവേലിക്കും ശേഷം ഉച്ചപൂജയ്ക്ക് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് മുരളീധരൻ അല്ലെങ്കിൽ വേണുഗോപാലൻ എന്ന ഭാവമാണ്. ഭഗവാൻ തൻ്റെ ഇടതുകാല് വലതു കാലിന് മുന്നിലിങ്ങനെ പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പിണച്ചു വെച്ച തൃപ്പാദങ്ങളിൽ പൊൻതളകളിങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. അരയിൽ പട്ടുടുത്ത് കുമ്പയോട് ചേർന്ന് പറ്റി നിൽക്കുന്ന സ്വർണ്ണക്കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണൻ്റെ ഭാവം തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന് ഭഗവാന്. കഴുത്തിൽ മനോഹരായ മാങ്ങാമാലയുണ്ട്. അതോടൊപ്പം വളയം പോലുള്ള ഒരു സ്വർണ്ണമാലയും കൂടി ചാർത്തിയുണ്ട്. ഭഗവാന്റെ നെറ്റിത്തടത്തിലും 2 തോളുകളിലും സ്വർണ്ണഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഈ തിലകങ്ങൾ ഇങ്ങനെ തിളങ്ങണ കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 കൈകളിലുമായിട്ട് പിടിച്ചിരിക്കുന്ന പൊന്നോടക്കുഴൽ ഭഗവാൻ തൻ്റെ പവിഴ അധരങ്ങളോടിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. പവിഴാധരം മുത്തും ആ പാട്ടിൽ കേട്ടിട്ടില്ലേ, അതേപോലെ. തൃപ്പാദങ്ങൾ പിണച്ചു വെച്ച് അല്പം ചരിഞ്ഞു നിന്ന് ലോകത്തെ മുഴുവൻ മയക്കുന്ന ആ വേണുഗാനം പൊഴിക്കുന്ന ഭാവമാണ് നമ്മുടെ മുരളീധരന്. ഭഗവാന്റെ പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 2 മനോഹരായ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും നന്ദ്യാർ വട്ടവും കലർത്തി അതീവ ഭംഗിയോടെയാണ് അത് കോർത്തിരിക്കുന്നത്. ഭഗവാന്റെ കഴുത്തിലാവട്ടെ തെച്ചി, തുളസി, നന്ദ്യാർവട്ടം, താമര എന്നൊക്കെ കൂടി ചേർത്ത് കോർത്തിട്ടുള്ള നല്ല തടിച്ച ഒരു ഉണ്ടമാലയാണുള്ളത്. ഭഗവാന്റെ പിന്നിലായിട്ട് 4-5 വലിയ ഉണ്ടമാലകൾ വിധാനായിട്ടും തൂക്കിയിട്ടുണ്ട്. ഇതിൽ ചുവന്ന താമരകൾ മാത്രമുള്ള മാലയും ഭഗവാന്റെ തുളസി മാലയും എല്ലാം ഉണ്ട്. ഭഗവാൻ കാലുകൾ പിണച്ചു വെച്ച് നിൽക്കുന്നത് ഭക്തർക്ക് 2 തൃപ്പാദങ്ങളും ഒരുപോലെ ദർശിക്കാനും അഭയം പ്രാപിക്കാനുമുള്ള അവസരമാണ് എന്നുള്ളതാണ്. ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി ആ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കാൻ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുക ചെയ്യണം. കണ്ണൻ തന്നെ 2 തൃപ്പാദങ്ങളും കാണിച്ചു തന്നിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശൂന്യമായിട്ടുള്ള മുളന്തണ്ടിലൂടെ ഭഗവാൻ സംഗീതം പൊഴിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അഹംഭാവമാവുന്ന തടസ്സങ്ങളൊക്കെ നീക്കി ഹൃദയം ശൂന്യമാക്കി വെച്ചാൽ ഭഗവാൻ നമ്മിലൂടെ പ്രപഞ്ച സംഗീതം പൊഴിക്കും എന്നാണ്. ആ ഒരു വലിയ തത്വം തന്നെയാണ് ഓടക്കുഴലും ഏന്തി മുരളീധരനായിട്ട് നിൽക്കുന്ന വേണുഗോപാലൻ നമ്മളെ കാണിച്ചു തരുന്നത്. ഉത്സവത്തിൻ്റെ ആനന്ദം മുഴുവൻ ആ മുഖത്ത് കാണുന്നുണ്ട്. ആ തിരുമുഖം അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ആനന്ദം കേവലം ബാഹ്യമായിട്ടുള്ളതല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള സച്ചിദാനന്ദത്തിൻ്റെ പ്രതീകമാണ്. ആ തിരുമുഖം നോക്കി നാമം ജപിക്കുമ്പോൾ നാവ് തളരാതെ നാരായണ മന്ത്രം ജപിക്കാനുള്ള ഉൾപ്രേരണയാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഭഗവാന്റെ തിലകങ്ങളും മാലകളും നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നത് ഇരുളടഞ്ഞ ഭക്ത മനസ്സുകളിൽ ഭഗവാൻ ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയ്ക്കുന്നതിന് തുല്യമാണ്. ഗുരുവായൂർ ഉത്സവത്തിൻ്റെ 6ാം നാളിൽ ഇന്ന് മുരളീധരനായിട്ട് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.